ട്രേഡേഴ്സ് മാർക്കറ്റിലൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ 57,900 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. ഒരു 210 ക്വാണ്ടിറ്റി ആവറേജ് ബൈയിങ് പ്രൈസായിട്ടൊരു 351 കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എടുത്തിട്ട് ഒരു ചെറിയൊരു ലോസർ മാർക്കറ്റിൽ റൺ ചെയ്യുന്നുണ്ട്. ഒരു 347 348 റേഞ്ചിൽ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻഡെക്റ്റ് ആയിരിക്കും. ഒരു 25 പോയിൻറ്റ്സിൻ്റെ സാധാ വയ്ക്കുന്ന പോലത്തെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസും ആയിരിക്കും. ഇന്നലെ ഞാൻ ട്രേഡ് എടുത്തിരുന്നു, വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാൻ ഇന്നലെ ലോസാണ് ബുക്ക് ചെയ്തത്. അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് കൊടുക്കാം. ജസ്റ്റ് അതിൽ തന്നെ നമുക്ക് റിസ്ക് എടുക്കേണ്ട. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചെറിയൊരു കോസ്റ്റിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പോയിന്റിൽ മാർക്കറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്ത് നമ്മുടെ റിസ്കിനെ ഒന്ന് അവോയ്ഡ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 351.46 ആണ് നമുക്ക് നമ്മളുടെ എൻട്രി കിട്ടിയിരിക്കുന്നത്. ഒരു 25 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 326ഉം ട്രിഗർ വന്നിട്ട് 327ഉം. ഓക്കെ, 326ഉം 327ഉം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു കോസ്റ്റിൽ തന്നെ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് കോസ്റ്റിലേക്ക് ടാർഗറ്റ് വയ്ക്കാം. അതല്ല, അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം നമുക്ക് ഫേവറായിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് നോക്കാം. മാർക്കറ്റിൻ്റെ ബിഹേവിയറിനനുസരിച്ച് നമുക്ക് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒന്ന് പ്ലേസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇപ്പോൾ ചില കമൻറ്റ്സ് കണ്ടിരുന്നു, എന്താ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നതെന്ന്. ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി അല്ല എടുത്തത്. എനിക്ക് അങ്ങനെ എടുക്കുന്ന അത്യാവശ്യം നമുക്കൊരു ഫേവറായിട്ട് മൂവ് ചെയ്യുമെന്ന് അത്ര ഉറപ്പുള്ളൊരു ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത്. പിന്നെ പ്രീമിയത്തിൻ്റെ റേറ്റും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടല്ലോ അത്യാവശ്യം മന്ത് എൻഡ് ആയതുകൊണ്ട്. സോ അങ്ങനെയുള്ള ഇതുകൊണ്ടാണ് ഞാനൊരു 210 ക്വാണ്ടിറ്റി എടുത്തത്. പക്ഷേ ഇന്നലെയും 210 ക്വാണ്ടിറ്റിയാണ് എടുത്തത്. പക്ഷേ എന്നിട്ടും എനിക്ക് ലോസ് ആയിരുന്നു. പക്ഷേ ഞാൻ സ്ക്രീൻഷോട്ടും കൂടി ഇതിൻ്റെ ഒപ്പം ഒന്ന് ഷെയർ ചെയ്തേക്കാം. ജസ്റ്റ് ഇപ്പോൾ നമ്മളുടെ ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസും എൻട്രി ടാർഗറ്റ് സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോളിയത്തെ ഒന്ന് കളഞ്ഞിട്ട് നമ്മളുടെ എൻട്രി പോയിൻ്റ് ആണ് ഈ ഒരു ബ്ലൂ ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ എൻട്രി പോയിൻറ്റ്. ഇവിടെ നമ്മളുടെ ടാർഗറ്റിനെ ഒന്ന് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസുമാണ്. ഇതായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു കോസ്റ്റിൽ തന്നെ, പ്രോഫിറ്റോ ലോസ് എന്ന് പറയാതെ കോസ്റ്റിൽ തന്നെ ഇപ്പോൾ മാർക്കറ്റ് അത്യാവശ്യം മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതായാലും നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്യാം. ഇതല്ല, മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാം. ഇന്നിപ്പം ഈ ഒരു സിംഗിൾ ട്രേഡ് ആയിരിക്കും ചെയ്യുന്നത്. കാരണം ഇതിലിപ്പോൾ ലോസ് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5,000 അടുപ്പിച്ച് ലോസ് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും 210 ക്വാണ്ടിറ്റി ആയതുകൊണ്ട്. അത് നമ്മുടെ ഇതൊരു ഏകദേശം ഒരു 5,000 നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ഒരു ലിമിറ്റായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോസ് ലിമിറ്റായിരിക്കും ഒരു 5,000 എന്നൊക്കെ പറയണം. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ട്രേഡേഴ്സ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡിൽ നിന്ന് ഞാൻ മാനുവലി എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. 405 എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 11,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൊമെൻറ്റം കിട്ടി. നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തു. ഞാൻ അപ്പോൾ ഉടനെ മാർക്കറ്റിൽ എക്സിറ്റ് ചെയ്യുമായിരുന്നു. ജസ്റ്റ് ഒരു 10,000 പ്രോഫിറ്റാണ് നമ്മൾ ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. ഇനി ജസ്റ്റ് ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടി. ഇനിയിപ്പോൾ ആ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. വളരെ സിമ്പിളായിട്ടൊരു ട്രേഡാണ്. ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 10:45 നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 10:45 എന്ന് പറയുമ്പോൾ 10:45 9:45 അല്ലേ? ബ്രഷ് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചതാ. ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഫോമായി. ഈ ഒരു ഡബിൾ ടോപ്പിൻ്റെ ബ്രേക്ക് ഔട്ടിൽ നമ്മളുടെ ട്രേഡിൽ ഇവിടെ എൻട്രി എടുത്തു. ജസ്റ്റ് സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും മാർക്കറ്റ് ഒരു 1 അവർ സൈഡ് വൈസ് ആയതിനു ശേഷമാണ് നമ്മളുടെ മാർക്കറ്റിൽ നമ്മളുടെ പ്രോഫിറ്റ് ഹിറ്റ് ചെയ്തത്. ജസ്റ്റ് ഓവറോൾ ഒരു 11,000 പ്രോഫിറ്റ് എന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 1 അവർ വെയിറ്റ് ചെയ്യേണ്ടി വന്നെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു, ബൈ.